സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ ഇന്ന് തുടങ്ങുകയാണ്. കേരളത്തിനകത്തും പുറത്തുമായി 2980 കേന്ദ്രങ്ങളിൽ ആകെ 4,27,021 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, 9:30ക്കാണ് SSLC പരീക്ഷ ആരംഭിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് +2 പരീക്ഷകൾ തീരുമാനിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളൊക്കെ ക്ലാസ് റൂമിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയോ? ദിവ്യ, 9:15 വാണിംഗ് ബെൽ അടക്കം അടിച്ചു. വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ക്ലാസ്സിലേക്ക് കയറിയിട്ടുണ്ട്. പരീക്ഷ കൃത്യം 9:30 തന്നെ തുടങ്ങും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അവർക്ക് അതിന് മുന്നോടിയായി അവരുടെ ഇരിപ്പിടങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 9:15 മുൻപായി എല്ലാ വിദ്യാർത്ഥികളെയും ക്ലാസ് മുറികൾക്കുള്ളിലേക്ക് കയറ്റിയിരിക്കുന്നത്. 9:30 പരീക്ഷ തുടങ്ങും. എറണാകുളം ജില്ലയിൽ 33,000-ഓളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ തന്നെ 7 പേർ പ്രൈവറ്റായി പരീക്ഷ എഴുതുന്നുണ്ട്. ബാക്കി ഉള്ള കുട്ടികൾ റെഗുലറായിട്ടാണ് പരീക്ഷ എഴുതുന്നത്. ഈ 5 ക്ലസ്റ്ററുകളായി തിരിച്ച് ഈ 4 വിദ്യാഭ്യാസ ജില്ലകളിൽ ആലുവ, കോതമംഗലം, ഒപ്പം അത്തരത്തിൽ 4 വിദ്യാഭ്യാസ ജില്ലകളിലായി 325 പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആണ് പരീക്ഷകൾ നടക്കുന്നത്. 33,000-ഓളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ട്. ഒരു 9:30 മുന്നേ എല്ലാവരെയും ക്ലാസ് റൂമിലേക്ക് കയറ്റിയിട്ടുണ്ട്. കാരണം ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഈ ബെഞ്ചും ഡെസ്കും അടക്കം ക്രമീകരിച്ചിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ അതൊക്കെ കണ്ടെത്തുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അല്പം മുമ്പ് വരെ മുഴുവൻ കുട്ടികളൊക്കെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നു. ഇവിടെ സ്കൂളിൻ്റെ പരിസരത്തൊക്കെ നിന്ന് കുട്ടികൾ കമ്പൈൻ സ്റ്റഡി നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അല്പ സമയത്തിന് മുൻപ് കുട്ടികളെല്ലാവരും തന്നെ ക്ലാസ്സിൽ കയറി. അമ്മമാരും മാതാപിതാക്കളൊക്കെ ഈ വിദ്യാർത്ഥികൾക്ക് ഒപ്പം ഇങ്ങോട്ടേക്ക് പരീക്ഷയ്ക്കായിട്ട് അവർക്കൊരു ധൈര്യം നൽകാനെന്ന വണ്ണം ഒക്കെ എത്തുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പം നിലവിൽ ഇവിടെ നിന്ന് സ്കൂൾ പരിസരത്ത് നിന്ന് മാതാപിതാക്കളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാതാപിതാക്കൾ ചേരുന്നുണ്ട്. എങ്ങനെയാണ് കുട്ടികൾ ഒരുങ്ങി വന്നോ? നിങ്ങൾക്ക് എന്താണ്, കുട്ടികൾക്ക് ടെൻഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്, മാതാപിതാക്കൾക്ക് ടെൻഷൻ ഉണ്ടോ? കുട്ടികൾക്കും ടെൻഷൻ ഇല്ലാതില്ല. അവസാനം നിമിഷമായപ്പോഴത്തേക്ക് ഒരു ചെറിയ ടെൻഷൻ പോലെ ഉണ്ട്. നമ്മൾക്കും ടെൻഷൻ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടെൻഷൻ ഉണ്ട്, ഇല്ലാതില്ല. ഈ ചൂടൊക്കെ ഒരു വിഷയമാണ്. കാരണം കുറേ ദിവസങ്ങളിലായി നല്ല ചൂടാണ്. അപ്പം ഇന്നലെ ഒന്ന് മഴ പെയ്തൊന്ന് തണുത്തിട്ടുണ്ട്. എന്നാലും കൂടിയും ചൂടൊക്കെ കുട്ടികൾക്കൊരു പ്രശ്നമാവുമോ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ പഠിച്ചത് എഴുതാൻ പറ്റിയാൽ മതി, അത്രേ ഉള്ളൂ. ആക്ച്വലി ആ ചൂടിനേക്കാൾ കൂടുതൽ ഒരു പരീക്ഷാ ചൂടിൻ്റെ ഫീലിംഗ് ആണ്. അല്ലാതെ ക്ലൈമറ്റ് ചൂടിലോട്ട് ഇപ്പോൾ അത്ര ആയിട്ടില്ലെന്ന് തോന്നുന്നു. കുട്ടികൾ പരീക്ഷാ ചൂടിലാണ് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ഇവർക്കൊരു സപ്പോർട്ടിനായിട്ട് പല മാതാപിതാക്കളും സ്കൂളിൻ്റെ പരിസരത്ത് തന്നെ വന്ന് നിന്നിട്ടുണ്ട്. നമ്മൾ പറയും ജീവിതത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു പരീക്ഷയാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ രാവിലെ ഞാൻ കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവർക്ക് ടെൻഷനൊന്നുമില്ല. ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര ചില്ലാണ്, ഭയങ്കര കൂളാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഇന്ന് മലയാളം പരീക്ഷ കൂടിയാണ്. മലയാളം പരീക്ഷ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം. ഒട്ടുമിക്ക കുട്ടികൾക്കും മലയാളം പരീക്ഷ വളരെയധികം എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഈ മലയാളം പരീക്ഷ വന്നത് കുട്ടികൾക്കൊരു ആശ്വാസം കൂടിയാണ്. കാരണം ആദ്യം ഒരു എളുപ്പമുള്ളൊരു പരീക്ഷ എഴുതി ഒരു ആത്മവിശ്വാസം നേടിക്കഴിഞ്ഞ് അടുത്ത പരീക്ഷകളിലേക്ക് പോകാം എന്നുള്ളൊരു കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെയാണ് കുട്ടികൾക്കുള്ളത്. മാത്രമല്ല ഇന്നലെ തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സ്കൂളുകളിൽ എല്ലാ സ്കൂളുകളിലും കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ എല്ലാ വർഷത്തെയും പോലെ ഒരുക്കിയിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് വെള്ളവും അതുപോലെ തന്നെ ഈ ഫാൻ അടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കാരണം ഈ കനത്ത ചൂടായതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം അടക്കമുള്ള കാര്യങ്ങൾ കുട്ടികളെ ബാധിക്കാൻ ഇടയുണ്ട്. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളുമൊക്കെ കുട്ടികൾക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യസമയത്ത് തന്നെ കുട്ടികളെ ക്ലാസ്സിനുള്ളിലേക്ക് കയറ്റി അവരെ ഒന്ന് കൂളാക്കാൻ അധ്യാപകരും ഒപ്പം ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ഇപ്പോൾ ക്ലാസ്സിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു. ഇപ്പോൾ ഒരു കൂൾ ഓഫ് ടൈമാണ്. ഇപ്പോൾ 9:30 കൃത്യം പരീക്ഷ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ളൊരു കൂൾ ഓഫ് ടൈമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെല്ലാവരും തന്നെ ആ ഒരു ഇതിലാണ്, ഒരു പരീക്ഷാ ചൂടിലും ഒരു ഇതിലുമാണ്. ടെൻഷനൊന്നും ഇല്ലെങ്കിൽ പോലും അത്തരത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടി തന്നെയാണ്. 9:15 ഇനി 15 മിനിറ്റ് കൂടിയേ ഉള്ളൂ. 9:30 SSLC പരീക്ഷകൾ ആരംഭിക്കും. വിദ്യാർത്ഥികളെല്ലാം ക്ലാസ് റൂമുകളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കുറച്ചുനേരം ഒരു കൂളിംഗ് ടൈമാണ്. അതിനുശേഷം പരീക്ഷാ പേപ്പറുകൾ, ചോദ്യപേപ്പറുകൾ അവർക്ക് വിതരണം ചെയ്യും. വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് നൽകിയത്.